എല്ലാ വിദ്യാർത്ഥികൾക്കും എ ടു സെഡ് ജാലകം യൂട്യൂബ് ചാനലിലെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. പതിവിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മളൊരു ബിസിനസ് സ്റ്റഡീസിലെ അല്ലെങ്കിൽ അക്കൗണ്ടൻസിയിലെ ടോപ്പിക്ക് അതും എക്സ്പ്ലെയിൻ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ പരിചയപ്പെടുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കുള്ളൊരു പ്രശ്നമാണ്, നമ്മൾ പഠിക്കാനുള്ളതെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും. പരീക്ഷാ ഹാളിൽ പ്രവേശിച്ച് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസ് ചെയ്യും, കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യുമ്പോഴും അതേപോലെ ക്ലാസ് റൂമിൽ ചർച്ച ചെയ്യുമ്പോഴും അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അതായത് നമ്മൾ പഠിച്ചതായിരുന്നു, 100% നമ്മൾ പഠിച്ചതാണ്, പക്ഷേ ചോദ്യം നമുക്ക് മാറി, അതായത് ചോദ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഉദ്ദേശിച്ച ഉത്തരമല്ല നമ്മൾ എഴുതിയത്. 100% നമ്മൾ പഠിച്ചതായിരുന്നു, അപ്പോൾ ഒന്നുകിൽ ഉത്തരം എഴുതാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഉത്തരം മാറിപ്പോയി എന്നുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ അധ്യാപകരും നിങ്ങൾ പറയുന്നതായിരിക്കും എന്താണെന്ന് വെച്ചാൽ, അതായത് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുൻ വർഷങ്ങളിൽ ചോദ്യ പേപ്പറുകൾ നോക്കണം എന്നുള്ളത്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ കഴിഞ്ഞ പല വീഡിയോകളിലും ഓരോ ടോപ്പിക്കും അതുമായി ഡിസ്കസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ സെഷനിൽ ഉൾപ്പെടുത്താറുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോയിൽ ഡിസ്കസ് ചെയ്താൽ ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ബിസിനസ് സ്റ്റഡീസ് അല്ല, ബിസിനസ് മാനേജ്മെൻറ്റ് ആവട്ടെ, 2 വിഷയത്തിൽ ഡിഗ്രി ലെവലിലാവട്ടെ, ഡിഗ്രി ലെവലിൽ ബിസിനസ് മാനേജ്മെൻറ്റ് ആണ്. അപ്പോൾ ഈ ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഓർഗനൈസിങ് എന്നുള്ളത്. ആ ഓർഗനൈസ് എന്ന ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഇപ്പോൾ നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ വരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, 15 പാർട്ടുകളായിട്ട്. അപ്പോൾ ആ ഓരോ ടോപ്പിക്കിലും ഞാൻ അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നുള്ളത് ഓർഗനൈസിങ്ങിനെ എന്ന ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് പല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാ ചോദ്യപേപ്പറിലും 1-2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതും പല വേർഡിങ്സിലും പല ടേമുകളും പല സെൻറ്റൻസിലൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്, പല രൂപത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 11ഓളം വ്യത്യസ്തങ്ങളായ, അതായത് ഒരേ വേർഡിങ്സും ഒരേ തരത്തിലുമുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഓരോന്നേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ 11 വ്യത്യസ്തങ്ങളായ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ, മുൻകാല വ്യത്യസ്ത പരീക്ഷയുടെ ചോദ്യങ്ങളും അതിൻ്റെ ആൻസറുകളുമാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ആവശ്യമായ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുക, നന്നായിട്ട് വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് അവസാനം വരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ആവശ്യമായ ചോദ്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അത് പിന്നീട് നിങ്ങളൊരു ഫോൾഡറിലേക്ക് മാറ്റി വെക്കുക. പിന്നീട് ഈ പാഠം നിങ്ങൾ വായിക്കുമ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ പരീക്ഷയുടെ തൊട്ടുമുമ്പായിട്ട് നിങ്ങൾക്ക് അതൊന്ന് എടുത്ത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അത് നിങ്ങൾ പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനു മുമ്പ് നമുക്ക് ടോപ്പിക്കിൽ വെക്കുന്നതിന് മുമ്പ് ഞാൻ പറയാണ്, ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഈ വീഡിയോയും ഈ ചാനലും നിങ്ങൾ ഷെയർ ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. ഇനി നമുക്ക് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ ഒരു ചോദ്യം നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഡാഷ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ് ഓഫ് വർക്കേഴ്സ് വിച്ച് അറൈസസ് ഡ്യൂ ടു ഇൻ്ററാക്ഷൻ അറ്റ് വർക്ക്. അതായത് ജോലി സ്ഥലത്ത് വർക്കേഴ്സിനിടയിലുള്ള ഇൻ്ററാക്ഷൻ, ഇടപെടലുകളുടെ ഫലമായിട്ട് ഉണ്ടായിത്തീരുന്ന സാമൂഹിക ബന്ധത്തിൻ്റെ ഒരു നെറ്റ്വർക്കാണ് ഡാഷ്. അതിലെ ഓപ്ഷൻസ് നോക്കാം. ഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ, സെൻട്രലൈസേഷൻ, ഡിസെൻട്രലൈസേഷൻ. അപ്പോൾ സെൻട്രലൈസേഷൻ ഡിസെൻട്രലൈസേഷൻ അല്ലാന്ന് ഉറപ്പായി. പിന്നെ ഓർഗനൈസേഷൻ സംഘടനയുമായി ബന്ധപ്പെട്ടതാണ്, ഗ്രൂപ്പിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അത് സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ പേഴ്സണൽ നീഡ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തൊഴിലാളികൾക്കിടയിൽ ഉണ്ടായിത്തീരുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതേതാണ്? അനൗപചാരിക സംഘടനയാണ്, അതായത് ഇൻഫോർമൽ ഓർഗനൈസേഷനാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The employees of State Bank of India, Ernakulam Division, formed a volunteer group to help the flood-affected people of Wayanad. Identify the type of organization they formed and state any 2 features of it. ഇത് കഴിഞ്ഞ പബ്ലിക് എക്സാമിൽ ചോദിച്ചതാണ്. വയനാട്ടിലെ പുത്തുമലയിലെ അപകടത്തിന് ശേഷം നടന്ന പരീക്ഷയിൽ ചോദിച്ചതാണ്, അതുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അതായത് എറണാകുളം ഡിവിഷനിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ചിലെ എംപ്ലോയീസ് വയനാട്ടിലെ ഫ്ലഡ് എഫക്റ്റഡ് പീപ്പിൾസിനെ, അതായത് ദുരിതബാധിത ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു സ്വമേധ വോളണ്ടിയർ ഗ്രൂപ്പ് അവർ ഫോം ചെയ്തു. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, ഇത് ഏത് തരം ഗ്രൂപ്പാണ് അല്ലെങ്കിൽ സംഘടനയാണ്, ഓർഗനൈസേഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് സ്റ്റേറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്, അതിൻ്റെ 2 ഫീച്ചേഴ്സും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ഫോർമലായിട്ടുള്ള രൂപീകൃതമായ ആ ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ എംപ്ലോയീസിനിടയിൽ
സ്വമേധയായിട്ടുള്ള ഒരു വോളണ്ടിയർ ഗ്രൂപ്പ് രൂപീകൃതമാവുകയാണെങ്കിൽ, അതായത് വോളണ്ടറിലി അല്ലെങ്കിൽ സ്പോണ്ടാനിയസ്ലി അവർ രൂപീകരിച്ചു എന്ത്, ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫോർമലായിട്ട് രൂപീകരിക്കുന്നില്ല, അവർ സ്വമേധയാ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് ഇതേതാണ്, ഇൻഫോർമൽ ഓർഗനൈസേഷനാണ്. പിന്നെ അതിൻ്റെ 2 ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ നേരത്തെ മുൻകഴിഞ്ഞ വീഡിയോകളിലെല്ലാം നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നുള്ള വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് 2 മെറിറ്റ്സ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുക, വിശദീകരിക്കുക, അതിൻ്റെ 2 മെറിറ്റ്സുകളും എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും നമ്മുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് എഴുതുക. അത് മാർക്കിനനുസരിച്ച് എഴുതുക. ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 5 മാർക്കിലാണ് 5 പോയിൻറ്റുകൾ എഴുതുക. ഇനി 4 മാർക്കിനാണെങ്കിൽ 4 പോയിൻറ്റുകൾ എഴുതുക. 2 മാർക്കാണ് ചോദിച്ചെങ്കിൽ 2 പോയിൻറ്റുകൾ എഴുതാം. ഓക്കെ, ഇത് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോയാണിത്. ഏതാണ് ലക്കമാണിത്. ഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ നമ്മുടെ വ്യത്യാസങ്ങൾ. വിദ്യാർത്ഥികൾക്ക് അത് കാണാത്തുണ്ടെങ്കിൽ അത് കണ്ട് നോട്ട്സുകൾ എഴുതിയെടുക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 4 മാർക്കുള്ള ചോദ്യമാണ്. അതിൽ പറയുന്ന ചോദ്യം ഇതാണ്, ദ എംപ്ലോയീസ് ഓഫ് മെട്രോ ലിമിറ്റഡ്, എ ടീ മാനുഫാക്ചറിംഗ് കമ്പനി, ഫോംഡ് എ ക്രിക്കറ്റ് ടീം ആസ് എ പാർട്ട് ഓഫ് ദെയർ റിക്രിയേഷൻ ആക്ടിവിറ്റീസ്. നെയിം ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സോ ഫോംഡ്, ക്രിക്കറ്റ് ടീം, ആൻഡ് റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്. അതായത് ടീ മാനുഫാക്ചറിങ് കമ്പനിയായ മെട്രോ ലിമിറ്റഡ് കമ്പനിയിലെ തൊഴിലാളികളെല്ലാവരും വരും കൂടെ അവിടെ റിക്രിയേഷൻ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു ദിവസങ്ങളിൽ ഉല്ലാസത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസ് എല്ലാവരും കൂടി ചേർന്നൊരു ക്രിക്കറ്റ് ടീം രൂപീകരിച്ചു. എന്നിട്ട് ചോദ്യം ഇതാണ്, ഇങ്ങനെ രൂപീകരിച്ച ഈ ക്രിക്കറ്റ് ടീം അത് ഏത് തരം ഓർഗനൈസേഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, എഴുതുക. അതിൻ്റെ 3 ഫീച്ചേഴ്സും എഴുതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ക്രിക്കറ്റ് ടീം, ഫുട്ബോൾ ടീം, അതൊക്കെ നമ്മൾ ഉദാഹരണത്തിൽ തന്നെ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ റിക്രിയേഷൻ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി എംപ്ലോയീസ് സ്വമേധയാ ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകൾ, രൂപീകരിക്കുന്ന ഗ്രൂപ്പുകൾ ഏതാണ്, ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് ആണ്. പിന്നെ അതിൻ്റെ 3 ഫീച്ചേഴ്സും എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ +2 ഇക്കഴിഞ്ഞ പബ്ലിക് എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യം പരിചയപ്പെടാം. ഐഡൻറ്റിഫൈ ദ ടേംസ്. താഴെ തന്ന സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ടേംസുകൾ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൽ ഫസ്റ്റ് സെൻറ്റൻസ്, എ, ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എമംഗ് എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസിൻ്റെ ഇടയിൽ സാമൂഹിക ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിത്തീരുന്ന നെറ്റ്വർക്ക്, അതിന് പറയുന്ന പേര് എന്താണ് എന്നാണ് ചോദ്യം. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത്. നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇൻഫോർമൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട മീനിങ്ങിൽ തന്നെ ഞാനത് പറയുന്നുണ്ട്. ഇതേതാണ്, എംപ്ലോയീസിനിടയിൽ ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികൾക്കിടയിൽ സ്വമേധ ഉണ്ടായിത്തീരുന്ന സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിത്തീരുന്ന നെറ്റ്വർക്ക്, അതേതാണ്, ഇൻഫോർമൽ ഓർഗനൈസേഷനാണ്. അതിൽ സെക്കൻഡ് പാർട്ട്, ബി പാർട്ട് ക്വസ്റ്റ്യൻ, അതിന് നമ്മൾ ഇനി വരാൻ പോകുന്ന ടോപ്പിക്കുകളുള്ളതാണ്. അപ്പോൾ നമുക്കത് അവിടെ വെച്ച് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അവിടെ ഈ ചോദ്യം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം ഇതിലെ ബി പാർട്ടിന് വേണ്ടി മാത്രം. ഓക്കെ, ഇനി ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. The form of organization known for giving rise to rumors is called dash. റൂമേഴ്സ് എന്നുള്ള വാക്ക് കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് ഇൻഫോർമൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ് റൂമേഴ്സ്. അപ്പോൾ ഈ കിംവദന്തികൾക്ക്, തെറ്റായ വാർത്തകൾക്ക് കാരണമാകുന്ന ഓർഗനൈസേഷൻ, സംഘടന ഏതാണ്, സംഘടനാ രൂപം ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ പറയുന്ന പോയിൻ്റാണത്. നമുക്കറിയാം അത് ഏത് സംഘടനയാണ്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ. തന്ന ചോയ്സുകൾ ഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ഡിവിഷണൽ ഓർഗനൈസേഷൻ, ഫങ്ഷണൽ ഓർഗനൈസേഷൻ, 4 തരം ഓർഗനൈസേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണിത്, റൂമേഴ്സിന് കാരണമാകുന്നു, തെറ്റായ വാർത്തകൾക്ക്, കിംവദന്തികൾക്കും കാരണമാകുന്നു എന്നുള്ളത്. ഓക്കെ, അടുത്തൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 5 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ്ററാക്ഷൻ എമംഗ് പീപ്പിൾ അറ്റ് വർക്ക്. ജോലി സ്ഥലത്തുള്ള ആളുകളുടെ ഇൻ്ററാക്ഷൻ, പരസ്പര ഇടപാടുകളുമെല്ലാം gives rise of a network of social relationships among employees. അത് എംപ്ലോയീസിനിടയിൽ സാമൂഹിക ബന്ധങ്ങളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിത്തീരുവാൻ, ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ് ഉണ്ടായിത്തീരുവാൻ കാരണമാകുന്നു. വിത്തിൻ ദ ഓർഗനൈസേഷൻ, ആ സ്ഥാപനത്തിനുള്ളിൽ തന്നെ.
ഐഡൻറ്റിഫൈ ദ ഓർഗനൈസേഷൻ, ആ അങ്ങനെ ഉണ്ടായിത്തീരാനിടയാവുന്ന അങ്ങനെ ഉണ്ടായിത്തീരുന്ന ആ ഓർഗനൈസേഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എക്സ്പ്ലെയിൻ, അത് വിശദീകരിക്കുക, അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുക, അതിൻ്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫോർമൽ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഏതാണെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് തന്നെ എഴുതണം. അതിനുശേഷം അതിൻ്റെ മീനിങ്ങും ഫീച്ചേഴ്സും പിന്നെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് അത് മാർക്കിനനുസരിച്ച് പോയിൻറ്റുകളാക്കി മാത്രം എഴുതി വെക്കുക. ഓക്കെ, ദെൻ അനദർ 1 mark question. The form of organization which emerges spontaneously and is not deliberately created by the management is dash. നമ്മളിപ്പോൾ ഇൻഫോർമൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. ആ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നത് നമ്മൾ 2 ലക്കം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. അതിൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ മീനിങ്ങിൽ ഫസ്റ്റ് വരുന്ന സെൻറ്റൻസ് തന്നെ എന്താണ്, എമർജസ് സ്പോണ്ടാനിയസ്ലി എന്നാണ്. എമർജസ് സ്പോണ്ടാനിയസ്ലി. അപ്പോൾ ഇൻഫോർമൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടേമാണിത്, എമർജസ് ഓർ എറൈസസ് സ്പോണ്ടാനിയസ്ലി. സ്വമേധയാ സ്വയം പ്രവർത്തിതമായിക്കൊണ്ട് തൊഴിലാളികൾക്കിടയിൽ ഉണ്ടായിത്തീരുന്ന ഒരു സംഘടന, ഗ്രൂപ്പ്, അതിന് പറയുന്ന പേരാണെന്ത്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്, ആ ചോയ്സിൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് പാർട്ട് നോക്കുക, ആൻഡ് ഈസ് നോട്ട് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ബൈ ദ മാനേജ്മെൻറ്റ്. അതായത് സ്ഥാപന അധികാരികൾ, സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് ഉദ്ദേശപൂർവ്വം, ബോധപൂർവം, മനഃപൂർവ്വം രൂപീകരിക്കാത്ത, നോട്ട് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ്, ബോധപൂർവം രൂപീകരിക്കാത്ത സംഘടന, ഓർഗനൈസേഷൻ, അത് ഇൻഫോർമലാണ്. ഇനി ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ്, ബോധപൂർവ്വം ഉദ്ദേശപൂർവ്വം ഒരു പ്രത്യേക ടാസ്കിന് വേണ്ടി അവർ രൂപീകരിക്കുന്നത് ഏതാണ്, ഫോർമൽ ഓർഗനൈസേഷനാണ്. അത് നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ എന്നുള്ളതിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്തതാണ്. Then another question, it is a network of personal and social relations among employees. അതായത് എംപ്ലോയീസിന്, ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസിന് ഇടയിൽ സാമൂഹികപരവും വ്യക്തിപരവുമായ ബന്ധങ്ങളുടെ ഒരു നെറ്റ്വർക്ക്, ഒരു ശൃംഖലയാണ് ഇത്. വിത്തൗട്ട് എനി കോൺഷ്യസ് പർപ്പസ്, അത് ബോധപൂർവമല്ലാതെ രൂപീകരിക്കുന്ന, കോൺഷ്യസ് പർപ്പസോട് കൂടി അല്ലാതെയുള്ള, അതായത് ഡെലിബറേറ്റ്ലി അല്ല എന്നർത്ഥം, സ്വമേധയാ വോളണ്ടറിലി ആയിട്ട്, സ്പോണ്ടാനിയസ്ലി ആയിട്ട് എംപ്ലോയീസിനിടയിൽ പിന്നെ കോൺഷ്യസ് അല്ലാത്ത രീതിയിൽ അവർ രൂപീകരിക്കുന്ന ഒരു നെറ്റ്വർക്ക്. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് റെഫേർഡ് ഹിയർ. ഇവിടെ സൂചിപ്പിച്ച കൺസെപ്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. നമുക്കറിയാം, എംപ്ലോയീസിനിടയിൽ സ്വമേധയ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നെറ്റ്വർക്ക്, അതാണെന്ത്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് എഴുതുക, എന്നിട്ട് അതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഫീച്ചേഴ്സും ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ, അതായത് മുമ്പൊരു വീഡിയോയിൽ ഇൻഫോർമൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി, ഇൻഫോർമൽ ഓർഗനൈസേഷൻ കനോട്ട് ബി എലിമിനേറ്റഡ് ഓൾ ടുഗദർ. അതായത് ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇൻഫോർമൽ ഓർഗനൈസേഷനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ, മാറ്റി നിർത്താൻ സാധ്യമല്ല, അതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ അവിടെ സൂചിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എന്നുള്ളത്. ആ ഒരു ക്വസ്റ്റ്യനാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഓഫൺ അക്സെപ്റ്റഡ് ദാറ്റ്, അതായത് പൊതുവെ അംഗീകരിക്കപ്പെട്ട, പൊതുവെ സ്വീകാര്യമായ ഒരു കാര്യമാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് എ കോൺഫ്രണ്ടിങ് ആറ്റിറ്റ്യൂഡ്, അതായത് ഒരു കാര്യത്തെ അന്ധമായി എതിർക്കുക എന്നുള്ളതിന് പകരം, ആ ഒരു മനോഭാവത്തിന് പകരം, മാനേജ്മെൻറ്റ് ഷുഡ് സ്കിൽഫുള്ളി ടേക്ക് ദ അഡ്വാൻറ്റേജസ് ഓഫ് ബോത്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻസ്. സബ്സ്റ്റാൻഷിയേറ്റ്, അതിനെപ്പറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, വിശദീകരിക്കുക എന്നുള്ളതാണ്. അതായത് ഇതാണ് ചോദ്യം. അതായത് ഒരു വ്യവസ്ഥയെ പൂർണ്ണമായും അന്ധമായും എതിർക്കുന്നതിന് പകരം മാനേജ്മെൻറ്റ് സ്കിൽ ഉപയോഗിച്ചാണ്, അതായത് വൈഭവം ഉപയോഗിച്ച് ഔപചാരിക ഘടനയുടെയും അനൗപചാരിക ഘടനയുടെയും നല്ല വശങ്ങൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അതിനെ നിങ്ങൾ സമർത്ഥിക്കുക. ഓക്കെ, ഇതിന് ആൻസർ നമുക്ക് പറയാനുള്ളതാണ്. അതായത് ഒരു സ്ഥാപനത്തിന് ഫോർമൽ ഓർഗനൈസേഷനുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആ സ്ഥാപനത്തിന് ആവശ്യമാണ്. ബോത്ത് ആർ കോ എക്സിസ്റ്റിംഗ് ഓർ ബോത്ത് ആർ മ്യൂച്വലി ഇൻ്റർഡിപ്പെൻഡൻറ്റ്. രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണ്, രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. രണ്ടിനും അതിൻ്റേതായ നല്ല വശങ്ങൾ, അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫോർമൽ ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജസും ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജസും ആ മാർക്കിന് സ്കോറിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. ഇത്രയുമാണ് ഇൻഫോർമൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വന്നുള്ള വ്യത്യസ്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി നമുക്ക് ഓർഗനൈസിങ് എന്ന ചാപ്റ്ററിൽ വരുന്ന
ഡെലിഗേഷൻ, ഡിസെൻട്രലൈസേഷൻ തുടങ്ങിയ കൺസെപ്റ്റുകൾ തുടങ്ങിയ ടേംസുകൾ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി അത്തരം ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അതായത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു.